പെരുമ്പളം നിവാസികളുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പാലം യാഥാർത്ഥ്യമായെങ്കിലും ദ്വീപവാസികളുടെ യാത്രാ ദുരിതത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. പാലം ഉദ്ഘാടനം ചെയ്ത് മാസങ്ങൾ പിന്നിട്ടിട്ടും KSRTC ബസ് സർവീസുകൾ ആരംഭിക്കാത്തതാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത്. പാലത്തിലെ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കാത്തതും ദ്വീപിനുള്ളിലെ വീതി കുറഞ്ഞ റോഡുകളുമാണ് ഇപ്പോഴത്തെ പ്രധാന തടസ്സം. ഈ യാത്രാ പ്രശ്നത്തിൽ അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുമ്പളം ദ്വീപിലേക്ക് പാലം യാഥാർത്ഥ്യമായെങ്കിലും ദ്വീപവാസികളുടെ യാത്രാ ദുരിതം അവസാനിക്കുന്നില്ല. മാർച്ച് 7-നാണ് പെരുമ്പളം പാലം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് തുറന്നുകൊടുത്തത്. ഇതോടനുബന്ധിച്ച് പെരുമ്പളം ദ്വീപിൽ നിന്ന് ചേർത്തല, കോട്ടയം, എറണാകുളം സർവീസ് നടത്താൻ 3 KSRTC ബസ്സുകളും ട്രയൽ റൺ നടത്തി. എന്നാൽ 4 മാസം കഴിഞ്ഞിട്ടും KSRTC ബസ്സുകൾ ഓടിയില്ല. പാലത്തിലെ ടാറിംഗ് പൂർത്തിയാകാതിരുന്നതാണ് സർവീസ് നടത്താൻ തടസ്സമായത്. ഇതിനിടെ ടാർ കിട്ടാതെ വന്നതോടെ ടാറിംഗ് വീണ്ടും നിലച്ചു. ഇനി ഒരു ലെയർ കൂടി ടാർ ചെയ്താൽ പാലത്തിലൂടെ ബസ്സുകൾ ഓടിക്കാൻ കഴിയും. ദ്വീപിനുള്ളിലെ വീതി കുറഞ്ഞ റോഡുകളും പ്രതിബന്ധങ്ങളാണ്. KSRTC ബസ് ട്രയൽ റണ്ണിന്റെ ഭാഗമായി പെരുമ്പളം ദ്വീപിന്റെ തെക്കേയറ്റം വരെ ഓടിച്ചിരുന്നു. ദ്വീപിനുള്ളിലെ വീതി കുറഞ്ഞ റോഡിലൂടെ ബസ് കടന്നുപോയപ്പോൾ എതിരെ മറ്റു വാഹനങ്ങൾ വന്നതോടെ ഗതാഗത കുരുക്കിനിടയാക്കി. ഇപ്പോൾ ദ്വീപിനുള്ളിൽ 40 ഓട്ടോറിക്ഷ സർവീസ് ഉണ്ട്. ജങ്കാർ സർവീസ് മാത്രമാണ് നിലച്ചത്. പെരുമ്പളം ദ്വീപിനുള്ളിൽ ഒരു മിനി ബസ് സർവീസ് ആരംഭിക്കണമെന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പാലത്തിലൂടെ ബസ് സർവീസ് നടത്തണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി ബസ് പെരുമ്പളത്ത് നിന്ന് ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അരൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,